ഭർത്താവിന് താല്പര്യമില്ലാതെയായിരുന്നു താൻ അഭിനയ രംഗത്തേക്ക് എത്തിയതെന്നും അമ്മായിയമ്മയാണ് ഭർത്താവിനെ കൊണ്ട് സമ്മതിപ്പിച്ചതെന്നും പറയുകയാണ് നടി ഗായത്രി അരുൺ. ജോലി രാജിവെച്ച് പാഷന് പിന്നാലെ പോകുന്നതിൽ ഭർത്താവിന് ഇഷ്ടമില്ലായിരുന്നുവെന്നും എന്നാൽ തന്റെ തീരുമാനം നന്നായിരുന്നുവെന്നും ഗായത്രി പറയുന്നുണ്ട്. പരസ്പരം എന്ന സീരിയലിലൂടെ വൻ ജനപ്രീതി നേടിയ നടിയാണ് ഗായത്രി അരുൺ. സീരിയലിലേക്ക് മാത്രം ഒതുങ്ങാതെ പിന്നീട് സിനിമകളിലും ഗായത്രി സാന്നിധ്യം അറിയിച്ചു. സീരിയൽ രംഗത്ത് നിന്നും സിനിമാ രംഗത്തെത്തി ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് ഗായത്രി അരുൺ. മമ്മൂട്ടി നായകനായെത്തിയ വൺ ഉൾപ്പെടെയുള്ള സിനിമകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്യാൻ ഗായത്രിക്ക് കഴിഞ്ഞു. എന്നാൽ സിനിമാ രംഗത്ത് ഗായത്രി സജീവമല്ല. വല്ലപ്പോഴും മാത്രമേ ഗായത്രിയെ സിനിമകളിൽ കാണുകയുള്ളൂ. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായത്രി തന്നെ. കരിയറിൽ തനിക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്ന് ഗായത്രി പറയുന്നു. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രിയുടെ പ്രതികരണം. കരിയറിൽ താൻ ആഗ്രഹിച്ച പൊസിഷനിലേക്ക് തനിക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ താൻ സെലക്റ്റീവാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് സിനിമകളുടെ എണ്ണം കുറയുന്നത്. ഓഫറുകൾ വരുന്നുണ്ട്, പക്ഷേ തനിക്ക് സെറ്റ് ആവണമെന്നാണ് ഗായത്രി പറയുന്നത്. ടെലിവിഷനിൽ മുഖം കാണിച്ചത് സിനിമകളിൽ അവസരം കുറയാൻ കാരണമായിട്ടുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടെന്നും ഒരുപാട് ആളുകളിലേക്ക് ടെലിവിഷനിലെ മുഖമെന്ന എക്സ്പോഷർ വന്നിട്ടുണ്ടെന്നും ഗായത്രി പറയുന്നു. പക്ഷേ ടെലിവിഷനിൽ മുഖം കാണിച്ചത് തെറ്റായി പോയി എന്ന് തനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നും ഗായത്രി അരുൺ വ്യക്തമാക്കുന്നുണ്ട്. ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തീരുമാനമാണ് മാതൃഭൂമിയിൽ നിന്നും ലീവെടുത്ത് കിട്ടിയ അവസരം സ്വീകരിച്ചത്. സീരിയലിൽ ഇനി അഭിനയിക്കില്ല എന്ന തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നല്ല കഥാപാത്രങ്ങൾ വന്നാൽ ചെയ്യുമെന്നും ഗായത്രി അരുൺ പറയുന്നുണ്ട്. താൻ അഭിനയ രംഗത്തേക്ക് വരുന്നതിൽ ഭർത്താവ് അരുണിന് താല്പര്യമില്ലായിരുന്നുവെന്നും ഗായത്രി തുറന്നു പറയുന്നു. അരുണിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് തന്റെ അമ്മായിയമ്മയാണെന്നും ജോലി രാജിവെച്ച് പാഷന് പിന്നാലെ പോകുന്നതിൽ ഭർത്താവിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുമാണ് ഗായത്രി പറയുന്നത്. കാരണം മാതൃഭൂമി പോലെയൊരു സ്ഥാപനത്തിൽ നല്ല ജോലിയായിരുന്നു. പക്ഷേ ഭയങ്കര ഭാഗ്യമായിരുന്നുവെന്നും മാതൃഭൂമിയിൽ നിന്നും 2.5 വർഷം ലീവ് തന്നുവെന്നും അതിനുശേഷം താൻ രാജിവെക്കുകയായിരുന്നുവെന്നും ഗായത്രി അരുൺ പറയുന്നു. അവതരണത്തിൽ പല കാര്യങ്ങളിലും തനിക്ക് പരിമിതിയുണ്ടെന്നും ഇപ്പോഴത്തെ ആങ്കർമാർ വളരെ ഫ്രീ ആയി കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും ഗായത്രി പറയുന്നു. അത് കാണുമ്പോൾ താൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആകണമെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ഗായത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്റെ അമ്മ സൂപ്പറാണെന്ന ഷോയിൽ കുറെ കൂടി തനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നും ഗായത്രി അരുൺ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ നൽകിയ അഭിമുഖത്തിൽ തന്റെ അച്ഛന്റെ വിയോഗത്തെക്കുറിച്ചൊക്കെ ഗായത്രി സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗം എന്നും വേദനിപ്പിക്കുന്നതാണെന്നും അച്ഛൻ കൂടെയില്ലെന്ന കാര്യം താൻ ഓർക്കാറേയില്ലെന്നുമായിരുന്നു ഗായത്രി അന്ന് പറഞ്ഞത്. അച്ഛന്റെ സാന്നിധ്യം തന്റെ കൂടെ എന്നുമുണ്ട്. അച്ഛൻ കാരണമാണ് താൻ പുസ്തകം എഴുതിയത്. ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് അച്ഛൻ തന്ന ആ ശക്തി കൊണ്ടാണെന്നും അച്ഛനൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം അത്രയും പ്രധാനപ്പെട്ടതാണെന്നും ഗായത്രി അരുൺ അന്ന് പറഞ്ഞിരുന്നു. അതേസമയം സീരിയലിൽ അഭിനയിച്ചതിന് ശേഷം ജീവിതം തന്നെ മാറി മറിഞ്ഞ താരമാണ് ഗായത്രി അരുൺ. പരസ്പരം എന്ന സീരിയലിലെ ദീപ്തി IPS എന്ന കഥാപാത്രമാണ് ഗായത്രിക്ക് ഏറെ ജനപ്രീതി നേടിക്കൊടുത്തത്. പോലീസുകാരിയുടെ വേഷം മനോഹരമായി അവതരിപ്പിച്ച ഗായത്രി പിന്നീട് സിനിമയിലേക്കും ചൂടുറപ്പിക്കുകയായിരുന്നു. അഭിനയത്തിന് പുറമെ യൂട്യൂബ് ചാനലിലും സജീവമായി ഗായത്രി മകൾ കല്ലുവിനൊപ്പമാണ് വീഡിയോ ചെയ്യാറുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.